കാവ്യയുടെ വീട്ടിലേക്ക് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് കാവ്യയുടെ മകളെ തന്നെയാണ്. എന്നാൽ മാമാട്ടിയല്ല, മീനാക്ഷിയെ. കാവ്യയുടെ മകൾ എന്ന് തന്നെയാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. കാവ്യയുടെ അച്ഛൻ്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ അവിടെ ഓടി നടന്ന് ദിലീപിനോടൊപ്പം കാര്യങ്ങൾ ചെയ്യുന്നത് മീനാക്ഷി തന്നെയാണ്. അതുകൊണ്ട് ഒറ്റ വാക്കിലല്ല, നമുക്ക് മടിക്കാതെ പറയാൻ സാധിക്കും, മീനാക്ഷി തന്നെയാണ് എല്ലാത്തിനും മുൻപന്തിയിലെന്നും മീനാക്ഷി തന്നെയാണ് കാവ്യയുടെ മകളെന്നും. ഇപ്പോൾ കാവ്യയ്ക്ക് അമ്മയെ ആശ്വസിപ്പിക്കാനാകാതെ വരുമ്പോൾ മീനാക്ഷിയാണ് അമ്മുമ്മയോടൊപ്പം നിൽക്കുന്നത്. കാവ്യയുടെ അമ്മ ശ്യാമളെ ആശ്വസിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. എല്ലാവർക്കും വേദനയാണ്. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ല. പറയുന്നത് പോലെ തന്നെ വയ്യാതെ കിടന്നൊരു മനുഷ്യനല്ല, അല്ലെങ്കിൽ അസുഖങ്ങൾ ഒരുപാടുണ്ടായിരുന്ന, മരിക്കാൻ മാത്രം കാരണങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. മരിക്കാൻ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഒരു ചെറിയ വിധി, അത് മാത്രം മതി. അങ്ങനെ ഒരു വിധി നമ്മുടെ തലയിലുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിരിക്കും, അല്ലെങ്കിൽ നടന്നിരിക്കും. അത്തരത്തിൽ വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അല്ലാതെ ഇത്തരത്തിൽ ഒരു അസുഖവുമില്ലായിരുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു മരണം സംഭവിക്കില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മകളുടെയും ചെറുമക്കളുടെയും ഇടയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അവസാന നാളുകൾ ആഘോഷിക്കാനും സന്തോഷിക്കാനും പറ്റി. വളരെ കുറച്ച് നാളുകൾ മാത്രമല്ല അദ്ദേഹം അവരുടെ കൂടെ ജീവിച്ചിരുന്നത്. എന്നാൽ അവസാന നാളുകളെല്ലാം തന്നെ ചെറുമകളോടൊപ്പം മകളോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞാൽ തന്നെയാണ് മാധവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷ വാർത്ത. ഇപ്പോൾ കൊച്ചിയിലെ മരണ വീട്ടിൽ നിൽക്കുമ്പോൾ എല്ലാവരും മീനൂട്ടിയെ തന്നെയാണ് നോക്കുന്നത്. എല്ലാവരും മീനൂട്ടിയെ ശ്രദ്ധിക്കാനൊരു കാരണമുണ്ട്. വരുന്നവരെല്ലാവരോടും സംസാരിക്കാനും എല്ലാവരെയും വീട്ടിലേക്ക് ഇരുത്താനും അമ്മമ്മയെ ആശ്വസിപ്പിക്കാനും എല്ലാത്തിനുമായി ഓടുന്നത് മീനാക്ഷി തന്നെയാണ്. കാവ്യയുടെ വലം കൈയായി എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട്. മാമാട്ടിക്ക് അപ്രായമായിട്ടില്ല. ശരിക്കും മാമാട്ടിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. എന്നാൽ താൻ മകൾ തന്നെയല്ലേ, തനിക്ക് ചെയ്താൽ എന്താണ് കുഴപ്പമെന്നും താൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് പറയുന്നു. ആരാധകർക്കത് മനസ്സിലാകുന്നുമുണ്ട്. എല്ലാവർക്കും ഒരേ വാക്കിൽ തന്നെ ഇത് പറയാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് മീനാക്ഷിയോടുള്ള സ്നേഹം. മീനാക്ഷിയോടുള്ള സ്നേഹം എല്ലാവർക്കും അറിയാം. അത് മീനാക്ഷിയോട് എല്ലാവരും പ്രകടിപ്പിക്കാറുമുണ്ട്. സാധാരണയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുമുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ മീനാക്ഷി എന്ത് ചെയ്യുന്നുവെന്നും മാമാട്ടി എന്ത് ചെയ്യുന്നുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എത്തുന്നത്. അമ്മുമ്മയുടെ അരികിൽ നിന്ന് മാറാതെ അമ്മുമ്മയ്ക്ക് ആശ്വാസമായി മീനാക്ഷി ഒപ്പം നിൽക്കുന്നുണ്ട്. മീനാക്ഷിയോടൊപ്പം മാമാട്ടിയോടൊപ്പം ചെന്നൈയിലെ വീട്ടിലായിരുന്നു ഇത്രയും നാളും അമ്മുമ്മയും അപ്പൂപ്പനും. അതുകൊണ്ട് തന്നെ അവരെ സ്വന്തം അമ്മുമ്മയും അപ്പൂപ്പനുമായി തന്നെയാണ് മീനാക്ഷി കണ്ടിരുന്നത്. അപ്പൂപ്പൻ്റെ മരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ മീനാക്ഷിയെ ബാധിച്ചിട്ടുണ്ടെന്നും മനസ്സിലാകുന്നുണ്ട്. മീനാക്ഷിയെ കണ്ടാൽ തന്നെ ആ വിഷമം മനസ്സിലാകുന്നുണ്ട്. ഒന്ന് നേരെ മുടിവാരി കെട്ടാൻ പോലും പറ്റാതെ മീനാക്ഷി ആകെ നെട്ടോട്ടത്തിലാണ്. അത്രമാത്രം വിഷമത്തിലാണ്. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. എന്നാൽ ഒരു മരണവീടാകുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യണം. അമ്മുമ്മയെ ആശ്വസിപ്പിക്കാനും കാവ്യയെ ആശ്വസിപ്പിക്കാനും അവിടെ മീനാക്ഷി മാത്രമാണുള്ളത് എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.